ഷീബാസ് കാറ്റലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് അയ്യൻപാറയിലുള്ള ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ്. ഇത് തീക്കോയ്ക്കടുത്തുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയ്ക്കൊക്കെ സെറ്റ് ഇട്ടിരിക്കുന്ന പോലെ ഒരു അമ്പലമാണ് കേട്ടോ. വളരെ ഭംഗിയുള്ളൊരു അമ്പലമാണ്. 24 ഏക്കർ പാറയുടെ നടുക്ക് ഒരു ചെറിയ അമ്പലം. പ്രകൃതി ഭംഗി കൊണ്ട് നിറഞ്ഞ ഒരു അമ്പലമാണ്. ഈ അമ്പലത്തിന്റെ വാതിലിൽ നിന്ന് നേരെ നോക്കിയാൽ നമ്മൾ കാണുന്നത് ഇല്ലിക്കക്കല്ല്, കോട്ടയത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് മേഖലയായ ഇല്ലിക്കക്കല്ലാണ്. ഇവിടെ നിന്ന് ആ ഇല്ലിക്കക്കല്ലിലേക്ക് നോക്കുമ്പോൾ കാണുന്ന വിഷ്വല് ഒരു സ്ത്രീ മുടി അഴിച്ചിട്ട് കിടക്കുന്ന പോലുള്ളൊരു വിഷ്വലാണ് കാണുന്നത്. പിന്നെ അതിനോട് ഒന്ന് ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അരുവി, ഒരു മലയിൽ നിന്നൊരു തോടിങ്ങനെ ഒഴുകി വരുന്നതായിട്ടാണ് കാണുന്നത്. അത് ഒലക്കത്തോടെന്നാണ് പറയുന്നത്. ഈ ഒലക്കത്തോടിനും ഒരു ഐതിഹ്യമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ഈ ഭാഗത്ത് പഞ്ചപാണ്ഡവന്മാര് പണ്ട് താമസിച്ചിരുന്നതായും അവർക്ക് വെള്ളത്തിന് വേണ്ടി ഒലക്ക എറിഞ്ഞ് സൃഷ്ടിച്ചതാണ് ഈ തോടെന്നുമാണ് ഈ തോടിന്റെ ഐതിഹ്യം. അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞ് വളരെ ഭംഗിയുള്ള ഒരു അമ്പലത്തിലാണ് നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ക്ഷേത്രത്തിലെ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ഇതിന്റെ പൂജാരിയും ബാക്കി ആളുകളൊക്കെ ഉണ്ട്. അവരോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. ശബരിമലയുടെ ഒരു ഇടത്താവളമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. പഞ്ചപാണ്ഡവന്മാര് വനവാസകാലത്ത് ഇവിടെ വരികയും ഇവിടെ ഒളിവിൽ താമസിക്കുകയും ചെയ്തു എന്നുള്ളൊരു ഐതിഹ്യമുണ്ട്. ഭീമൻ്റെതായ ഒരു കാൽപ്പാട് ഇവിടെ ഉള്ളതാ കാണുന്നുണ്ട്. അതുപോലെ ഒരു ഗുഹയുണ്ട്. ഈ ക്ഷേത്രത്തിന് തൊട്ട് താഴെയായിട്ട് ഇവർ ഒളിവിൽ പാർത്ത ഒരു ഗുഹ ഇവിടെയുണ്ട്. അവരിവിടെ താമസിച്ചുവെന്നും അവർക്ക് ജലം ലഭ്യമാക്കുന്നതിന് വേണ്ടി ആ കാണുന്ന ഇല്ലിക്കൽമലയിൽ സമീപത്തൊരു തോട്, ഒലക്ക എറിഞ്ഞ് നിർമ്മിച്ച ഒരു തോടാണ്, ഒലക്കപ്പാറത്തോടെന്നാണ് അറിയപ്പെടുന്നത്. ആ ജലമാണ് എത്തിച്ച് അവർ ഇവിടെ താമസിച്ച കാലത്ത്. അങ്ങനെ ഒരു ഐതിഹ്യവും കൂടെ അയ്യമ്പാറയ്ക്കുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ ടൂറിസം സാധ്യതയുള്ളൊരു മേഖലയാണ്. വൻ ടൂറിസം പ്രവാഹമാണ് ഇവിടെ ഉള്ളത്. അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ മാത്രമേ ഇതുവരെ നിലവിൽ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ലെന്നുള്ളതാണ്. അത് ഒരുപാട് ഡെവലപ്മെൻറ്റ് ചെയ്യാനുണ്ട്. ചെയ്താൽ കേരളത്തിലെ ഒന്നാമതൊരു ടൂറിസ്റ്റ് മേഖല ആണ് അയ്യമ്പാറ. ഇപ്പം തന്നെ കേരളത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും ഒഴിവ് ദിവസങ്ങളിൽ ഇവിടെ വൈകുന്നേരങ്ങളിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് വന്നു ചെയ്യുന്നത്. വേനൽക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു 10,000 പേരെങ്കിലും സന്ധ്യയ്ക്ക് ഇവിടെ എത്തുന്നുണ്ട്. അസ്തമയം കാണാൻ ഏറ്റവും നല്ലൊരു പ്ലേസാണ് അയ്യമ്പാറ. അതുപോലെ ഈരാറ്റുപേട്ട, ഭരണങ്ങാനം, മറ്റ് വിദൂര സ്ഥലങ്ങളിലെ ലൈറ്റുകളും അങ്ങനെയുള്ള നല്ലൊരു കാഴ്ചയും കൂടെയാണ് കിട്ടുന്നത്. അതുപോലെ ഏറ്റവും ശുദ്ധമായ വായു, ശുദ്ധമായ കാറ്റ്. എത്ര വേനലാണെങ്കിൽ എത്ര ഇതാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ നമ്മുടെ ശരീരത്തിന് പ്രത്യേക ഒരു കുളിർമയാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ വികസനം ഞങ്ങൾ പറ്റുന്ന പോലെ തന്നെ അയ്യമ്പാറ, അതായത് ഞങ്ങൾ 24 ഏക്കർ ഇവിടെ ഉണ്ട്, ഭൂമിയുണ്ട്. ആ ഭൂമി പാറയാണ്, മറ്റാദായങ്ങളൊന്നുമില്ല. ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച കരിമ്പാറകളാണ്. അവിടെ നിന്ന് ആദായങ്ങളൊന്നും കിട്ടുന്നില്ല. ഇത് സംരക്ഷിച്ചുകൊണ്ട് വന്ന ഒരു പാറ പോലും പൊട്ടിച്ചു മാറ്റാതെ തന്നെ ഇത്രയും നല്ലൊരു ഭംഗിയുള്ള സ്ഥലം ഭംഗിയായിട്ട് തന്നെ സംരക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആ ശ്രമം തുടരുകയും ചെയ്യും. കേന്ദ്ര ടൂറിസം മന്ത്രി സുരേഷ് ഗോപി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് നിവേദനം കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. തലനാട് അയ്യമ്പാറ പിൽഗ്രീം ടൂറിസത്തിന് വേണ്ടി ഉള്ള ഫണ്ട് അനുവദിച്ച് ഇവിടുത്തെ ഒരു വികസനം സാധ്യമാക്കി തരണം. തലനാട് അയ്യമ്പാറ ഭാഗത്തുള്ള ഈ ക്ഷേത്രം 18-19 നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടുത്തെ ചില കാരണവന്മാരിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. ആ കാലത്ത് ഇവിടെ ഒരു കല്ലും ആ കല്ലിൻ്റെ താഴെ ഒരു ചെറിയ മൺചരാത് പോലുള്ള ഒരു കുഴിയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ വിളക്ക് കത്തിക്കുമായിരുന്നു. ശ്രീധർമ്മശാസ്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണെന്ന് അന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അത് ഈ താഴെ കുറിഞ്ഞിപ്ലാവിൽ എളശ്ശേരി കുടുംബക്കാർ അവരുടെ വീട്ടിലെ കോന്നൻ എന്ന് പറയുന്ന ഒരു കാരണവരുടെ ആൾക്കാരാണ് ഇവിടെ ആ വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ മുണ്ടൻ കാരണവർ എന്ന് പറയുന്ന ആളും മാടപ്പാട്ട് ഗോപാലപിള്ള എന്ന് പറയുന്ന വ്യക്തിയും ചേർന്നാണ് ഇതിനൊരു പുനരുദ്ധാരണം ഉണ്ടാക്കിയത് എന്നാണ് അറിയപ്പെടാൻ സാധിച്ചത്. ആ
അവർ വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ ഇവിടെ കാണുന്ന ഇല്ലിക്കക്കല്ലിൻ്റെ അപ്പുറമുള്ള വണ്ടിപ്പെരിയാറ്റിലേക്ക് ഒരു വിളക്ക് എന്നുള്ള നിലയിലാണ് ഒരു തിരി കത്തിച്ചിരുന്നത് എന്നാണ് അവരിൽ നിന്ന് അറിയാൻ സാധിച്ചിരുന്നത്. ഇതിൻ്റെ ഒരു പുനരുദ്ധാരണത്തോടുകൂടി മാടപ്പാട്ട് ഗോപാലപിള്ള ഒറ്റക്കൽ ക്ഷേത്ര അമ്പലമായിട്ട് ഇത് പണിതിരുന്നു. ഒറ്റക്കല്ലിലാണ് ചെറിയൊരു അമ്പലമായിട്ടാണ് ഇതിവിടെ നിലനിന്നിരുന്നത്. അത് കഴിഞ്ഞ് മാസത്തിലൊരിക്കൽ എല്ലാ സംക്രാന്തിയും ഇവിടെ പൂജ നടത്തുന്നു. ഇവിടെ പൂജ നടത്തുന്നത് കൈപ്പള്ളി ഇല്ലത്തിലെ നമ്പൂതിരിമാരാണ്. അവരിങ്ങനെ ഓരോ കാലഘട്ടം ഓരോ തലമുറയായിട്ട് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തേത് രാധാകൃഷ്ണൻ നമ്പൂതിരി എന്ന വ്യക്തിയാണ് ഇപ്പോൾ ഇവിടെ പൂജ ചെയ്യുന്നത്. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഈ അമ്പലം 2003 ശേഷമുള്ള കാലഘട്ടത്തിൽ ഇവിടം ഇതുപോലെ കുറച്ചുകൂടെ പുതുക്കി പണിയുകയാണ് ചെയ്തത്. എന്തായാലും ഇവിടെ ഇരിക്കുന്ന ശാസ്താവ് ആയുധധാരിയായിട്ടുള്ള ശാസ്താവാണെന്നും എപ്പോഴും ഈ ചുറ്റുമുള്ളവരെ എല്ലാ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന വ്യക്തിയാണെന്നുമാണ് ഞങ്ങൾക്ക് അറിയപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ അയ്യപ്പസ്വാമിയെ ഭക്തിയോടെ നമ്മൾ ഭജിക്കുന്ന എല്ലാവർക്കും തന്നെ എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുന്ന ഒരു ദേവനാണ്. നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നോ അത് വളരെ വിശ്വാസത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് വരികയും പണ്ടുകാലം മുതൽ തന്നെ ശബരിമലയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളുകൾ നടന്നു പോകുന്ന സമയത്ത് മൂന്നിലവിൽ നിന്ന് ഇവിടെ കളത്തൂക്കടവ് വഴി നടന്ന് ഇവിടെ വന്ന് വിശ്രമിച്ചതിന് ശേഷം ശബരിമലയ്ക്ക് പോയിരുന്നു എന്നും അറിയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എളശ്ശേരി കുടുംബക്കാർ, അവർ മലയാരി വിഭാഗത്തിലെ ആൾക്കാരാണ്. അവരാണ് ആദ്യം ഇതിനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. ദിവസം ഒരു വിളക്ക് വയ്ക്കുമായിരുന്നു. പിന്നീട് അവർക്ക് കുറച്ച് പേർക്ക് വരാൻ പറ്റാത്തൊരു സമയം വന്നപ്പോൾ പല കാരണങ്ങളും കൊണ്ട് അപ്പോൾ ഇവിടെ അടുത്ത് താമസിച്ചിരുന്ന മൂഴിക്കൽ ലക്ഷ്മിയമ്മ എന്ന് പറഞ്ഞ ആ വ്യക്തി ഇവിടെ വിളക്ക് കത്തിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മാസത്തിലൊരിക്കലുള്ള പൂജയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. വലിയ വേനൽക്കാലങ്ങളിൽ വെള്ളത്തിനൊക്കെ ഇവിടെ തലനാട് പ്രദേശത്ത് ഭയങ്കര ക്ഷാമമാണ്. അപ്പം നമ്മൾ അയ്യപ്പാറ ശാസ്താവിനെ പ്രാർത്ഥിച്ച് ഇവിടെ നാളികേരം അടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ 2 ദിവസത്തിനകം മഴ പെയ്യും. അങ്ങനെ എനിക്ക് പല അനുഭവങ്ങളുണ്ട്. അതുപോലെ മാറാ രോഗങ്ങൾ നമ്മളിവിടെ പ്രാർത്ഥിച്ച് നെയ്വിളക്ക്, എണ്ണ ഇങ്ങനെയുള്ള ഒക്കെ വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി മാറ്റങ്ങളുണ്ട്. അതുപോലെ ശബരിമല സീസൺ സമയത്ത് ഇവിടെ ആയിരക്കണക്കിന് ഭക്തന്മാരിവിടെ വന്ന് കർപ്പൂരവും കത്തിച്ച് വിളക്കുമൊക്കെ കൊളുത്തി നാളികേരമൊക്കെ അടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ ഇവിടെ പൂജയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. എന്ന് പറഞ്ഞാൽ തലമുറകളായിട്ട് തന്നെ എന്ന് പറയാം. എൻ്റെ അച്ഛനായിട്ട് ഇവിടെ പൂജയായിരുന്നു. അതിന് ശേഷം ഇടയ്ക്ക് ഒരു ചെറിയ കാലം ഒഴിച്ച് ബാക്കി എല്ലാ കാലവും ഞങ്ങൾ തന്നെയായിരുന്നു പൂജയൊക്കെ ചെയ്തത്. അപ്പോൾ അന്നൊക്കെ ഇവിടെ വളരെ ചെറിയൊരു പ്രതിഷ്ഠയും ക്ഷേത്രവും മാത്രം ഉണ്ടായിരുന്നു. പെട്ടെന്ന് വന്നു പൂജകളൊക്കെ നടത്തി 4-5 പേര് കാണും, എല്ലാവരും കൂടെ പോകും. ഇന്നങ്ങനെയല്ല. ഇന്ന് വിശേഷ ദിവസങ്ങളിലൊക്കെ ധാരാളം ആൾക്കാർ തൊഴാനുണ്ട്. പിന്നെ നീരാഞ്ജനം വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടായിട്ടാണ് കണക്കാക്കുന്നത്. എള്ളുപായസം, നീരാഞ്ജനം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വഴിപാട്. വേറെ പിന്നെ ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് തികച്ചും സൗജന്യമായിട്ടാണ് ഈ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇതിനൊരു പ്രതിഫലം വാങ്ങിക്കുന്നില്ല. ഇവിടുത്തെ പൂജയ്ക്ക് പ്രതിഫലം വാങ്ങിക്കാറില്ല. ഇത്രയും കാലത്തിനോടൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പം മേലിലും അങ്ങനെ തന്നെ ഞങ്ങളുടെ കാലത്തോളം ചെയ്യാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഭംഗിയുള്ള ക്ഷേത്രത്തെക്കുറിച്ചുള്ള എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. ഒരുപാട് പേര് ഇവിടെ ഈ വൈകുന്നേര സമയങ്ങളിൽ ഈ പാറകളിൽ വന്നിരിക്കാനും ഒരുപാട് ഷൂട്ടുകളൊക്കെ നടക്കുന്ന വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തന്നെ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടെയാണ്. അപ്പം എല്ലാവരും ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് കാണണമെന്ന് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ എല്ലാവരിലേക്ക് ഈ വീഡിയോ എത്തിക്കണം. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ.